ഇനി നീലൂട്ടനെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഞങ്ങൾ നീലൂട്ടനൊരു ഇടിവള വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും സൂക്ഷിക്കേണ്ട ആൾ ഞാൻ തന്നെയായിരിക്കും. നമ്മളൊരു 12 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടിവളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിവിടെ ഡെലിവേർഡ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആ കുഞ്ഞു കയ്യിൽ ഇടിവളയൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും കാണാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കയറാൻ ലേശൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ ടാഗൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ നീലൂട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്നെ ആ തിളക്കമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനൊരു സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ് കൊടുത്തേ. അവിടെ ബില്ലിങ്ങിലാണ്. ഞങ്ങളിത് അവിടെ മിറർ നോക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രേസ്ലെറ്റും ബാംഗിളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ച്. പിന്നെ വിചാരിച്ചൊന്ന് മുക്കം മാളിലൊക്കെ ഒന്ന് പോവാമെന്ന്. സാധാരണ നമ്മൾ മോൾസിലൊക്കെ പോകുമ്പോൾ കിഡ്സ് ഏരിയയിൽ മോനെ അങ്ങനെ കയറ്റാൻ പറ്റാറില്ല, കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിനൊന്നും ഇല്ല എന്ന് പറയും. പിന്നെ പാരൻസിന് ഉള്ളോട്ട് അലൗഡും അല്ല. അപ്പോൾ മോനങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും ആയിട്ടും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഇവിടെ പാരൻസ് അലൗഡാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം അവനും സന്തോഷമാകും, കാരണം കുറച്ച് കുട്ടികളെയും കാണാം. പിന്നെ ചെറിയ ചെറിയ റൈഡ്സും പുതിയൊരു എക്സ്പീരിയൻസും ആണല്ലോ മോന്. മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടും ചെയ്തു കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമല്ലായിരുന്നു. അവസാനം അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ലൈഡിങ്ങിലും ബോൾ പൂളിലും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുട്ടി റൈഡിലൊക്കെ അവനെ കയറ്റാൻ ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ ഒന്നിന്ന് ഇറങ്ങി ഒന്നിലേക്ക് കയറാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കളിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വീട്ടിൽ പോയി. അപ്പോൾ ബൈ ബൈ.